ഉപതെരഞ്ഞെടുപ്പ് നടന്ന 13 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം. 10 ഇടങ്ങളിൽ ഇന്ത്യ മുന്നണി ജയിച്ചു. 2 ഇടത്ത് മാത്രമാണ് NDAക്ക് ലീഡ്. ഹിമാചൽ പ്രദേശിലെ ഡെഹ്റ മണ്ഡലത്തിൽ കോൺഗ്രസ് 9399 വോട്ടിന് ജയിച്ചു. നാലാഗഡ് മണ്ഡലത്തിൽ 8990 വോട്ടിന് ജയിച്ചു. ഉത്തരാഖണ്ഡിൽ ബദ്രിനാഥ് മണ്ഡലത്തിൽ കോൺഗ്രസ് 5224 വോട്ടിന് ജയിച്ചു. മംഗളൂരു മണ്ഡലത്തിൽ കോൺഗ്രസ് 422 വോട്ടിന് ജയിച്ചു. ബംഗാളിൽ റായ്ഗഞ്ച് മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് 50,077 വോട്ടിന് ജയിച്ചു. രണ്ടഘട്ട് ദക്ഷിണ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് 39,048 വോട്ടിന് ജയിച്ചു. ബാഗ്ദ മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം 33,455 വോട്ടിന്. മണിക്തല മണ്ഡലത്തിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം 62,312 വോട്ടിന്. തമിഴ്നാട്ടിൽ വിക്രവണ്ടി DMKയുടെ സ്ഥാനാർത്ഥി വിജയിച്ചതും 67,757 വോട്ടിന്. പഞ്ചാബ് ജലന്ധർ വെസ്റ്റ് മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചത് 37,325 വോട്ടിന്. ഹിമാചൽ പ്രദേശ് ഹാമിർപൂർ മണ്ഡലത്തിൽ BJP 1,571 വോട്ടിനും മധ്യപ്രദേശിൽ അമർവാര മണ്ഡലത്തിൽ 3,027 വോട്ടിനും വിജയിച്ചു. ബീഹാറിൽ രുപൌലി മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് 8,246 വോട്ടിന്റെ വിജയം. ഇതാണ് 13 നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളുടെയും ഫലസൂചന. ഈ ഫലസൂചന പുറത്തു വരുമ്പോഴും ഇന്ത്യ മുന്നണി ലോക്സഭയിൽ ആവർത്തിച്ച വിജയം തുടരുകയാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഘട്ടത്തിലാണ് നമ്മളുടെ ചോദ്യം. ആത്മഹത്യാ ദിനമായി ജൂൺ 25 അതിന് പ്രതിരോധം തീർക്കാൻ ജൂൺ 4 മോദി മുക്ത ദിനമായും കോൺഗ്രസും ആചരിക്കുന്നതിലെ രാഷ്ട്രീയ പോരാട്ടവും രാഷ്ട്രീയ സൂചനയും എന്താണ്? രാജ്യത്ത് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ജൂൺ 25 മുതൽ ഭരണഘടനാ ഹത്യാ ദിനമായി ആചരിക്കുമെന്ന് ഇന്നലെയാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. അതേസമയം കഴിഞ്ഞ 10 വർഷക്കാലമായി അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്ന് തിരിച്ചടിച്ചു കോൺഗ്രസ്. ജൂൺ 4 മോദി മുക്തി ദിനമാണെന്നും ഭരണഘടനയ്ക്കും അടിയന്തരാവസ്ഥയുമാണ് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന രാഷ്ട്രീയ ആയുധങ്ങൾ. റിപ്പോർട്ട്. അബ് കി ബാർ 400 പാർ. ഇത്തവണ 400 സീറ്റെന്ന അവകാശവാദം ഉന്നയിച്ചാണ് 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ BJPയും നരേന്ദ്രമോദിയും നേരിട്ടത്. 400 സീറ്റിൽ മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയാൽ ഭരണഘടന മാറ്റാനാണ് BJPയുടെ പദ്ധതിയെന്ന് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും തുടങ്ങി ശിവസേന നേതാവ് ഉദ്ധവ് താക്കറെ വരെ തിരിച്ചടിച്ചു. കൈവിട്ടുപോയെന്ന് കരുതിയ തെരഞ്ഞെടുപ്പിലേക്ക് പ്രതിപക്ഷം തിരിച്ചു കയറിയത് അവിടെ മുതലാണ്. ജൂൺ 4 തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ BJPക്ക് കേവല ഭൂരിപക്ഷമില്ല. 3ാം മോദി സർക്കാർ മുന്നണി ഭരണത്തിലൊതുങ്ങി. തുടർന്നിങ്ങോട്ട് ഭരണഘടനയെ ചുറ്റിപ്പറ്റിയാണ് ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സഞ്ചാരം. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് വണങ്ങുന്ന കാഴ്ച രാജ്യം കണ്ടു. ഭരണഘടനയുടെ ചെറുപതിപ്പ് ഉയർത്തിപ്പിടിച്ചാണ് പ്രതിപക്ഷം 18ാം ലോക്സഭയുടെ കവാടം കടന്നത്. പ്രതിപക്ഷ നേതാവ് പദവിയിൽ രാഹുലിന്റെ പ്രഥമ പ്രസംഗത്തിലും ഭരണഘടന മുന്നിട്ടു നിന്നു. और जो लोग अपने आप को हिंदू कहते हैं वो 24 घंटा हिंसा हिंसा हिंसा, नफरत नफरत नफरत, असत्य सत्य असत्य. हिंदू धर्म में साफ लिखा है सत्य के साथ खड़ा होना चाहिए, सत्य से पीछे नहीं हटना चाहिए, सत्य से नहीं डरना चाहिए. अहिंसा हमारा प्रतीक है. ഭരണഘടനയെ ഇരുട്ടിലാക്കി 1975 ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ അടിയന്തരാവസ്ഥയെ ഉയർത്തിക്കാട്ടി മോദി സർക്കാർ പാർലമെന്റിലും പുറത്തും പ്രതിരോധം തീർത്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലും അടിയന്തരാവസ്ഥ മുഴച്ചു നിന്നു. അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയ ജൂൺ 25 ഇനി മുതൽ ഭരണഘടനാ ഹത്യാദിനമായി ആചരിക്കുമെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. ഇതു സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര സർക്കാർ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചു. തീരുമാനത്തിനെതിരെ കടുത്ത ഭാഷയിൽ കോൺഗ്രസും തിരിച്ചടിച്ചു. ജൈവശാസ്ത്രപരമല്ലാതെ ജനിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി കഴിഞ്ഞ 10 വർഷമായി രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് കോൺഗ്രസിൻ്റെ കുറ്റപ്പെടുത്തൽ. 2024 BJPയുടെ തോൽവിയെ മോദി മുക്ത ദിനെന്ന് ഓർമ്മിക്കുമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രഖ്യാപിച്ചു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.